ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുളിയിഞ്ചിയുടെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിൽ. അപ്പോൾ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു വലിയ 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ കാന്താരി മുളക്, ചീനമുളക്, ചീനാപ്പറങ്കി എന്നൊക്കെ പറയും, അത് കുറച്ച് വേണം, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം. നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല. പിന്നെ കറിവേപ്പിലയും ശർക്കരയും, പിന്നെ വേണ്ടത് പുളിയാണ്. നല്ല കറുത്ത പുളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആദ്യം ഇഞ്ചി നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതേപോലെ കാന്താരി മുളക് ജസ്റ്റ് ഒന്ന് നടുകീറിയിട്ട് ഇട്ടാൽ മതി. നടുവൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി, കുനുകുനാന്ന് അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, തരിയൊന്നും ഇല്ലാതെ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂണോളം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ചീനമുളക് ഇട്ട് കൊടുക്കാം, കാന്താരി മുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയമൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും, അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ടെടുക്കാനും. അതേപോലെ അപ്പോൾ ആ സമയത്തിന് നമ്മൾ ഇഞ്ചി അരച്ചത് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്തിട്ട് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. വല്ലാണ്ട് അങ്ങോട്ട് കളറ് മാറൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു മുളകിൻ്റെയും ഇഞ്ചിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. നമുക്ക് കല്യാണ സദ്യകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ കളറും അതേ ടേസ്റ്റിലും നമുക്ക് ഈ പുളിയിഞ്ചി കിട്ടും. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പുളി ഉണ്ടല്ലോ, ആ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു പുളിയാണ് ചേർക്കുന്നത്. പുളിയുടെ നീരാണ് ഫുള്ള് എടുക്കുന്നത്, എക്സ്ട്രാ വെള്ളം ചേർക്കണില്ല. ആ പുളിയുടെ ഫുള്ള് നീരാണ് നമ്മൾ എടുക്കുന്നത്. നല്ല കട്ടിയിൽ തന്നെ എടുക്കുക. കളറ് കണ്ടാൽ തന്നെ അറിയാം, നല്ല കറുത്ത പുളിയാണ്. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ പുളി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ ആ പുളി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൽ പിഴിഞ്ഞിട്ട് ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഒരു 250 ഗ്രാം ശർക്കര, അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവുമല്ലോ പുളിയിഞ്ചി, അപ്പോൾ നമ്മൾ 250 ഗ്രാം ശർക്കരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി തിളച്ചിട്ട് അങ്ങോട്ട് കുറുകി വരണം, ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മാത്രം മതി. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ പാകത്തിന് കുറുകി കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഇത് പെട്ടെന്ന് കുറുകി കിട്ടാൻ, ഇപ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടറിയാണ്. ഇനി പെട്ടെന്ന് കുറുകി കിട്ടാൻ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ഉണ്ടല്ലോ, അച്ചാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്, എന്താണെന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നല്ല ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് അങ്ങോട്ട് തിക്കായിട്ടുണ്ടാവും. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ലോണം തിക്കാവും കേട്ടോ. നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്ന അതേ പുളിയിഞ്ചിയുടെ ടെക്സ്ചറായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ചൂടൊക്കെ ആറിക്കഴിഞ്ഞാൽ നല്ലപോലെ റെഡിയാവും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഇനി ചൂടാറിയിട്ട് ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുണ്ട്, നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല എരിവും അതിൻ്റെ കാന്താരി മുളകിൻ്റെ എരിവും നല്ലൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.